ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയുടെ കാലൊക്കെ ഭേദമാകുകയാണ് കേട്ടോ. രേവതിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായവർക്ക് നമ്മുടെ സച്ചിയാണെങ്കിൽ നല്ല മുട്ടൻ പണി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല 8ന്റെ പണി തന്നെ. അങ്ങനെ പിന്നീട് കാണിക്കുന്ന ഇതേ അവസരത്തിൽ ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷമാകാണല്ലോ. ചന്ദ്രയാണെങ്കിൽ രേവതിയുടെ വീഴ്ചയിൽ അതീവ സന്തോഷവതിയായിട്ടിരിക്കായിരിക്കും കേട്ടോ. ആ സമയത്തായിരിക്കും നമ്മുടെ അച്ഛമ്മയുടെ എൻട്രി. അങ്ങനെ അച്ഛമ്മ വന്നിട്ട് ചന്ദ്രനെ പെടാപ്പാട് പെടുത്തുന്നുണ്ട് കേട്ടോ. രേവതി ഈ വീട്ടിൽ ചെയ്തിരുന്ന ജോലികളെല്ലാം കൂടെ നമ്മുടെ ചന്ദ്രയെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ രേവതി ചെയ്തതുപോലെ തന്നെ അതിലും ഭംഗിയായിട്ട് ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ഓർഡറിലായിരിക്കും കേട്ടോ അച്ഛമ്മയുടെ നിർദ്ദേശങ്ങൾ. അങ്ങനെ അത് കണ്ടിട്ട് സഹി കെട്ടിട്ട് നമ്മുടെ ചന്ദ്ര തന്നെ പറയാണ്, രേവതി ഒന്ന് സുഖം പ്രാപിച്ച് വന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് പെടാപ്പാട് വിട്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പാർലറിലേക്ക് പോകുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിക്ക് ഒരു ഫോൺ കോളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ശ്രുതിയുടെ ഫോൺ കോള് നമ്മുടെ വർഷമായിരിക്കും കേട്ടോ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ വർഷയുടെ ശ്രുതിയാണെന്ന് കരുതി ആ ഫോണിൽ വിളിക്കുന്ന ആൾ പറയുന്നുണ്ട്, ഇതിൻ്റെ അധികം വൈകാതെ തന്നെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുമെന്നാണ് തോന്നുന്നത്. പാർലർ ഉടമ എത്തിയിട്ടുണ്ട്, അവരെന്തൊക്കെയോ കരുതി കൂട്ടിയിട്ടാണ്, നീയും അവരും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ശ്രുതി അവിടേക്ക് കയറി വരികയാണ്. അപ്പോൾ ശ്രുതിയെ കണ്ടിട്ടുടനെ വർഷയാണെങ്കിൽ ആ ഫോൺ അങ്ങ് കൊടുക്കുകയാണേ. ഇതേ സമയത്ത് വർഷയുടെ മനസ്സിൽ ഒരു ഇത് കനൽ വീഴുകയാണ് കേട്ടോ. കാരണം ശ്രുതിക്ക് എന്തൊക്കെയൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ടെന്നും ശ്രുതി എന്തൊക്കെയോ മറക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കാണ് കേട്ടോ നമ്മുടെ വർഷ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ പാർലറിലേക്ക് പോകുകയാണേ. പാർലറിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ വർഷയും ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർഷയ്ക്ക് എന്തൊക്കെയൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ശ്രുതിയാണെങ്കിൽ ഒരു കരുതലോടുകൂടി തന്നെയായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെ തന്നെ ഫോളോ ചെയ്യാന്ന് വർഷ എന്ന് മനസ്സിലാക്കാണ് കേട്ടോ. അപ്പോൾ പാർലർ ഉടമയുടെ അടുക്കിലേക്ക് എന്നിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ചെല്ലുന്നുണ്ട് കേട്ടോ. ചെല്ലുന്ന സമയത്ത് വർഷ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശ്രുതി അതൊക്കെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് വർഷയ്ക്കൊന്നും തന്നെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ. അതിനുശേഷം ശ്രുതി പോയതിന് ശേഷം പാർലർ ഉടമേനെ കണ്ടിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് വർഷ ചെല്ലുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ വർഷയുടെ ഹസ്ബൻഡ് ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലാണ്, എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വ്യാജ കോൾ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇത് കേൾക്കുന്ന നമ്മുടെ വർഷയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആകെ ഇതായിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ് കേട്ടോ. അപ്പോൾ പാർലർ ഉടമയോട് കാര്യങ്ങളൊന്നും ചോദിക്കാനോ അതിനെക്കുറിച്ചൊന്നും അറിയാനോ വർഷയ്ക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം ഇങ്ങനെ ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരാളെ ഇപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇവിടെ അങ്ങനെ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ വർഷയാണെങ്കിൽ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് എടുത്തിട്ട് ഫോണൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ മനസ്സിലാക്കാണ് വർഷ എന്തൊക്കെയോ ഒരു നിഗൂഢതകൾ ഇതിനകത്ത് ഒന്നിരിപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത ശ്രീകാന്തൻ ആക്സിഡന്റ് പറ്റി ഇവിടേക്ക് പെട്ടെന്ന് വാ എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ എന്തൊക്കെയോ ഒരു ചതിവ് ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ, ഇത് ഇനി ശ്രുതിയുടെ പരിപാടി ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ വർഷയാണെങ്കിൽ തിരികെ ഡബിങ് റൂമിലേക്ക് പോകുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയാണെങ്കിൽ ശ്രീകാന്തിനോട് നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണേ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ അതൊന്നും ഓർത്ത് തല പുകയ്ക്കണ്ട, ചിലപ്പോൾ നിനക്ക് തോന്നിയതാവും, അവർ വേറെ ഏതെങ്കിലും പാർലറിനെ പറ്റിയൊക്കെ പറഞ്ഞതായിരിക്കും. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞ കറക്റ്റ് സമയത്ത് എന്നെ ആരാ ഫോൺ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞിട്ട് സാരമില്ല, ഇനി എന്തെങ്കിലും കള്ളത്തരങ്ങൾ പാർലറേട്ടത്തേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാമെന്ന്, നീ ഇപ്പോൾ തല പുകയ്ക്കണ്ട, നീ ഇപ്പോൾ കിടന്നിറങ്ങ് എന്നൊക്കെ പറയാനുണ്ടോ. ഈ ഒരു സമയത്തായിരിക്കും പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ വർഷയാണെങ്കിൽ ശ്രുതിയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നലെ എനിക്കൊരു ഫോൺ കോൾ വന്നു, എന്നിട്ട് ശ്രീകാന്ത് ഹോസ്പിറ്റലിലാണെന്നും ആക്സിഡൻറ്റ് പറ്റിയെന്നൊക്കെ പറഞ്ഞു, അതാരാന്നറിയത്തില്ല, എന്നാലും അങ്ങനെ പറഞ്ഞവളുടെ തലയിൽ ഇടുത്തീ വീഴണേ എന്നൊക്കെ പറയാനിട്ടോ. ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ ഒന്ന് പരിങ്ങുന്നുണ്ട്, താനാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞതും ചെയ്തതും. അതുകൊണ്ട് തന്നെ ശ്രുതി എന്നിട്ട് പറയുന്നുണ്ട്, ചിലപ്പോൾ അത് ആള് മാറിപ്പോയതായിരിക്കും വർഷ എന്നിങ്ങനെ പറയുമ്പോൾ, ആള് മാറിപ്പോയതൊന്നുമല്ല, പിന്നെ എന്നെ വിളിച്ചിട്ട് ശ്രീകാന്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിന് ആക്സിഡൻറ്റ് പറ്റിയെന്ന് ഇത്ര വ്യക്തമായിട്ട് പറയണമെങ്കിൽ അത് ആൾ മാറിപ്പോയിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് ഇതൊക്കെ കേട്ടിട്ടാകെ ടെൻഷനാകുകയാണ്. നമ്മുടെ വർഷ മധുര പ്രാക്കായിരിക്കും കേട്ടോ പ്രാകുന്നത്. എന്നിട്ട് ശ്രുതി ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് മുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതിയുടെ ഈ ഒരു ഗോഷ്ഠികളെല്ലാം കണ്ടിട്ട് തന്നെ നമ്മുടെ വർഷയ്ക്ക് നല്ല രീതിയിൽ തന്നെ സംശയമുണ്ട്. അങ്ങനെ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ എന്തായാലും പിടിക്കണം എന്ന് തന്നെ ഉറച്ച വിശ്വാസത്തിലിരിക്കുകയായിരിക്കും കേട്ടോ നമ്മുടെ വർഷ.
ഈ ഒരു സമയത്ത് പിന്നീട് നമ്മുടെ രേവതിയുടെ കാലൊക്കെ സുഖമായിട്ട് ഭേദപ്പെട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും കേട്ടോ. ആ ഒരു സമയത്ത് രേവതി ഒത്തി ആയിരിക്കും കേട്ടോ ഓരോരോ പണികളും വീട്ടിൽ ചെയ്ത് തീർക്കുന്നത്. എന്നിട്ട് പൂക്കച്ചവടത്തിനും പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, രേവതി നിനക്ക് സുഖമില്ലാത്തല്ലേ, നീ ഇപ്പോൾ ഒന്നിനും ചെയ്യണ്ട, നീ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കണ്ട, അതൊക്കെ ഇവിടെ കുറേ പെണ്ണുങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ, ഞാൻ എല്ലാവരോടും അങ്ങ് തട്ടിമുട്ടും ചെയ്തോളും, നീ ഇപ്പോൾ റെസ്റ്റ് എടുക്കുക, നിൻ്റെ ശരീരം നോക്ക്, പിന്നെ നിനക്ക് ഒന്നും വയ്യാതെ കിടന്നാൽ ആരും കാണില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എൻ്റെ സച്ചേട്ടാ എനിക്കിപ്പോൾ നല്ല ഭേദമായിട്ടുണ്ട്, പിന്നെ കുറച്ച് വേദനയുണ്ട്, അതെന്തായാലും കാണുമല്ലോ, അത്രയേ ഉള്ളൂ, പിന്നെ എന്നെ കൊണ്ടാവുന്ന ജോലികളൊക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ സച്ചേട്ടാ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ രവീന്ദ്രനും വന്നിട്ട് പറയുന്നുണ്ട്, മോളെ അവൻ പറഞ്ഞത് കേട്ടില്ലേ, അവൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്, നിനക്ക് ഒരു ഭേദവും ആയിട്ടില്ല, ഇത്രയും ഇത്രയും നല്ല രീതിക്ക് ആഴത്തിലുള്ള മുറിവല്ലേ, അതുകൊണ്ട് നീ ഭേദമായി നിന്ന് കള്ളമൊന്നും പറയണ്ട, ഇവിടുത്തെ അതുകൊണ്ട് മോൾക്ക് ഇപ്പം അത്യാവശ്യം റെസ്റ്റാണ് വേണ്ടത്, മോള് റെസ്റ്റ് എടുക്കും മോളെ, ഇപ്പം റെസ്റ്റ് എടുത്തില്ലെങ്കിലോ പിന്നെ ഈ മുറിവൊക്കെ കൂടുതൽ വഷളാവത്തേ ഉള്ളൂ എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ സച്ചിൻ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഇവളോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല എന്നൊക്കെ പറയാനേ. ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചിക്ക് പെട്ടെന്ന് ഒരു ഓട്ടോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സച്ചി സ്റ്റാൻഡിലേക്ക് പോവുകയാണേ. എന്നിട്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ രേവതിയുടെ അടുക്കിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അതെ രേവതി, ഒരാഴ്ചയായിട്ട് എൻ്റെ ബുഷിന് തുണികളെല്ലാം കൂട്ടിയിട്ടേക്കും, നീ അതൊക്കെ ഒന്ന് പോയി അലക്കി വെച്ച് എന്ന് പറയുകയാണേ. പിന്നെ രേവതി പറയുന്നുണ്ട്, അമ്മ എനിക്ക് കാലിന് നല്ല സുഖമായിട്ടില്ല, പിന്നെ ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്തു എന്നേ ഉള്ളൂ, എനിക്ക് മേളിലോട്ട് കയറിപ്പോയി, അത് ചെയ്യാൻ പാടാണ് അമ്മ, അവരോട് ആരോടെങ്കിലും പറയുമോ എന്ന് ചോദിക്കും. അവരോട് ആരോടെങ്കിലും പറയാമോ, എൻ്റെ ഒന്നിനും കൊള്ളാത്ത നീ മരുമോളായ നീ ഇവിടെ ഉള്ളപ്പോൾ എൻ്റെ മറ്റു രണ്ട് മരുമക്കളോട് പറയണം, അവർക്ക് നിന്നെ പോലെ പൂക്കച്ചവടം അല്ല, നല്ല അന്തസ്സുള്ള ജോലി ചെയ്യുന്നവരാ, സമ്പാദിക്കുന്നവരും, അല്ലാതെ നിന്നെ പോലെ പൂക്കച്ചവടം ചെയ്ത് 5ഉം 10ഉം സമ്പാദിക്കുന്നവരൊന്നും അല്ല, കാലൊടിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടെ 4-5 മാസം ഇവിടെ കിടക്കാന്നാണ് നിൻ്റെ വിചാരം എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. രേവതിക്ക് നല്ല ദേഷ്യം പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞിട്ട് രേവതി ഒന്നും തന്നെ മിണ്ടുന്നില്ലേ. എടി നിന്നോടല്ലേ പറഞ്ഞത് ഞാൻ ഈ തുണികളൊക്കെ ഒന്ന് അലക്കിയിടാൻ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ അത് കേട്ടോണ്ട് വരികയാണേ. എന്താ ചന്ദ്ര ഈ പറയുന്നത്, ആ കുട്ടിക്ക് സുഖമില്ലാത്തതല്ലേ, നീ കണ്ണിച്ചൊറിയില്ലാതെ പെരുമാറാതെ, അവൾക്ക് ആവതുള്ളപ്പോൾ നീ ആണെങ്കിൽ ഇട്ട് പെടാപ്പടി പെടുത്തുന്ന വേണം, ഇതുപോലെ ആവതില്ലാതാവുമ്പോൾ നിനക്കും അസുഖം വരും, അതൊക്കെ ഓർത്തണം, നിൻ്റെയും കാലും കയ്യും ഒക്കെ ഒടിക്കും ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഉടനെ ചന്ദ്ര ചോദിക്കണ്ടേ, എൻ്റെ കാലും കയ്യും ആര് തല്ലി ഒടിക്കാനാ, ഇവളെപ്പോലുള്ള വൃത്തികെട്ടവളുമാരുടെ കാലും കയ്യും എല്ലാവരും തല്ലി ഒടിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് നിന്നോടും പറഞ്ഞത്, നിൻ്റെ കൈയും കാലും അധികം വൈകാതെ ആരെയും തല്ലി ഒടിക്കും, മിക്കവാറും നിൻ്റെ പുന്നാര മക്കൾ തന്നെയായിരിക്കും എന്നൊക്കെ പറയാനിട്ടോ. അങ്ങനെ ചന്ദ്രനെ വിരട്ടി വിടുകയാണ്. ഈ സമയത്ത് രേവതി പറയുന്നുണ്ട്, എന്തിനാച്ചാ അമ്മേനെ ചുമ്മാ ഇങ്ങനെ ചുണ്ടി പിടിപ്പിക്കുന്നത്, മോളെ അവൾ പറഞ്ഞത് കേട്ടില്ലേ, നിന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, അവൾ സച്ചി പറഞ്ഞിട്ട് പോയൊന്നും നീ പറഞ്ഞില്ലല്ലോ, നിന്റെ മുഖം കണ്ടാലറിയാം നിനക്ക് നല്ല പെയിൻ ഉണ്ടെന്ന്, പിന്നെ അതെല്ലാം മറച്ച് വെച്ച് ഓരോ ജോലികൾ ചെയ്യല്ലേ എന്നൊക്കെ പറയാനിട്ട് രവീന്ദ്രനും. അങ്ങനെ നീ റൂമിലേക്ക് റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിനെ ഉള്ളിലേക്ക് പറഞ്ഞു വിടാനിട്ടോ രവീന്ദ്രൻ. ശേഷം കാണിക്കുന്നത് രാത്രിയാകുമ്പോഴേക്കും സച്ചി വന്നിട്ടില്ലേ, സച്ചിക്ക് 2-3 ട്രിപ്പ് ഓട്ടം കിട്ടുകയാണ് കേട്ടോ. അങ്ങനെ രാത്രി സച്ചി അവിടേക്ക് എത്തുകയാണ് കേട്ടോ. ഈ ഒരു സമയത്തായിരിക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ രവീന്ദ്രൻ റൂമിലാണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് രേവതിയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അടുക്കിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ രേവതിയുടെ അടുക്കിൽ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്നിട്ട് അവിടെ കമത്തിയിടുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊന്ന് അടിച്ച് വൃത്തിയാക്കിക്കേ, എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയ ഈ ഗ്ലാസ് നീ പെട്ടെന്ന് നിന്ന് വൃത്തിയാക്കിക്കേ, എനിക്കാണെങ്കിൽ അത് കനക്കാൻ വയ്യ, അതുകൊണ്ട് ഇതൊന്നും വൃത്തിയാക്കാനാവില്ല, നീ ഒന്നും വൃത്തിയാക്കിക്കേ. എനിക്ക് കാലിന് നല്ല വേദനയുണ്ട്, വേദനയൊക്കെ പമ്പ കിടന്നുള്ളൂ, ഇതുപോലുള്ള ജോലി ചെയ്താൽ മതി, അനങ്ങാതെ കയറി ഇരുന്നാലേ വേദന കൂടത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ കേട്ടോ. ആ സമയത്തായിരിക്കും സച്ചി കയറി പറഞ്ഞത്. അങ്ങനെ സച്ചി രേവതി എന്ന് വിളിക്കുമ്പോഴേക്കും പെട്ടെന്ന് ചന്ദ്രയായിരിക്കും കേട്ടോ ഒന്ന് പേടിച്ച് വിറയ്ക്കാം. ചന്ദ്ര പെട്ടെന്ന് ഞാൻ ചൂരിങ്ങി തന്ന് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുകയാണേ. ഈ സമയത്ത് സച്ചി രേവതിയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, എന്താ രേവതി നീ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത്, അമ്മ എന്തിനാ അമ്മയാണോ നിന്നോട് അടിക്കാൻ പറഞ്ഞത്, അമ്മയൊന്നും അല്ല, ഇത് ആരുടെ കയ്യിൽ നിന്ന് താഴെപ്പോയത്, ഇത് എൻ്റെ കയ്യിൽ നിന്ന് താഴെപ്പോയത്, രേവതി നീ കള്ളോന്നും പറയണ്ട, എല്ലാം കണ്ടുകൊണ്ട് തന്നെ ഞാൻ നിൽക്കുമായിരുന്നു, അമ്മ മനഃപൂർവ്വം ക്ലാസ് താഴെ ഇടുന്നതും നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അമ്മയ്ക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയാനിട്ടോ. അമ്മയ്ക്ക് ഇതുപോലത്തെ അവസ്ഥ വന്നാലേ അമ്മയ്ക്ക് മനസ്സിലാകുള്ളൂ. രേവതി ചോദിക്കുന്നത്, സച്ചേട്ടനാണെങ്കിൽ അമ്മയുടെ കാലിൽ തല്ലി പിടിക്കാൻ പോവാം, വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും, ഇങ്ങനെയുണ്ടോ ലോക ദുഷ്ടിയായ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അകത്തേക്ക് കയറി പോകുകയാണേ. ഈ ഒരു സമയത്തായിരിക്കും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും സച്ചി ഈ കാര്യങ്ങളൊക്കെ തൻ്റെ കൂട്ടുകാരനോട് പറയാൻ കേട്ടോ. അപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയട്ടെടാ, നിൻ്റെ അമ്മേനെ ഒന്ന് പേടിപ്പിച്ചാൽ. പേടിപ്പിക്കാനോ, എന്ത് പറഞ്ഞ് പേടിപ്പിക്കാൻ, എടാ നീ വിചാരിക്കുന്ന ഒരാളെ അല്ല എൻ്റെ അമ്മ, അങ്ങനെ ഇങ്ങനെയൊന്നും പേടിക്കില്ല, ആര് പറഞ്ഞു,
തനിക്ക് ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞാൽ എല്ലാവരും പേടിച്ചു പോകും. സത്യമാണെന്ന് നീ പറഞ്ഞത്? ആ സത്യം, ഞാൻ പറയുന്ന കാര്യം നീ ഒന്ന് പ്രയോഗിച്ച് നോക്കാം, ചിലപ്പോൾ അത് നമുക്കൊന്ന് ഹിറ്റാക്കാം. എന്താണ് ആ കാര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ സച്ചി ഇത് നല്ല ഐഡിയ, എങ്കിലും മോശമല്ലേടാ, എന്തൊക്കെ പറഞ്ഞാലും ഒരാൾക്ക് ഇല്ലാത്ത അസുഖം ഉണ്ടെന്ന് പറയുമ്പോൾ എടാ അതൊന്നും സാരില്ല, നിൻ്റെ അമ്മ ചെയ്യുന്ന ദുഷ്ടതരം കുറയ്ക്കാനല്ലേ, അല്ലാതെ വേറൊന്നും അല്ലല്ലോ, നമുക്കറിയാലോ സത്യം ഒരു നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സച്ചി വീട്ടിലേക്ക് എത്തുകയാണ്. ഈ ഒരു സമയത്തായിരിക്കും സച്ചി ആണെങ്കിൽ രേവതിയോട് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും, നീ അതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ നിന്നാൽ മതി, തിരിച്ചെന്നോട് മറുപടിയോ കാര്യങ്ങളോ ഒന്നും പറയണ്ട. എന്താ സച്ചിയുടെ? ഇതൊരാൾക്കുള്ള ട്രാപ്പോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സച്ചിയുടെ കാര്യം എന്താണെന്ന് തെളിച്ച് പറ. അത് പിന്നെ നിന്നോടുള്ള എൻ്റെ അമ്മയുടെ സമീപനം ഒന്ന് മാറ്റിയെടുത്താലോ എന്ന് എനിക്കൊരു ചിന്ത. അതിനുവേണ്ടി എൻ്റെ ബുദ്ധിയിൽ ഉദിച്ചൊരു ഐഡിയ ഉണ്ട്, അത് ഞാനങ്ങ് പ്രയോഗിക്കാൻ പോവാ. എന്ത് ഐഡിയ? അതൊക്കെ വഴിയെ പറയാം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യമൊന്നും ഉള്ളതല്ല, എല്ലാം കള്ളത്തരം, അത് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ നീ എന്നോട് അതിനെക്കുറിച്ച് മറുത്ത് പറയാനോ സംസാരിക്കാനോ ഒന്നും വരണ്ട എന്നൊക്കെ പറയാനുണ്ടോ? ശരി, ഞാൻ ഏറ്റു. സച്ചിയാണല്ലോ, ഇത് കുളവാക്കാതിരുന്നാൽ മതി. ഞാൻ കുളവാക്കില്ല, മിക്കവാറും നീ കുളവാക്കുമെന്ന് എൻ്റെ പേടി എന്നൊക്കെ പറയാനിട്ടോ. ഒരു സമയത്ത് പിന്നെ അമ്മ എവിടെയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഉള്ളിടത്തേക്ക് നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ രേവതി ഇവിടെ പോകുകയാണേ. എന്നിട്ട് ചന്ദ്രയുടെ ബാക്കിൽ നിന്നിട്ട് പെട്ടെന്ന് സച്ചി പറഞ്ഞിട്ട് അത് ആരും അറിയരുത്, ആരെങ്കിലും അറിഞ്ഞാൽ ഒരു വലിയ പ്രശ്നമാണ്, അതുകൊണ്ട് നിന്നോട് മാത്രമായിട്ട് ഞാൻ പറയാം, നീ ഒന്ന് വേഗം വന്നേ എന്ന് പറഞ്ഞിട്ട് രേവതിയെ കൂട്ടിക്കൊണ്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ചന്ദ്രയാണെങ്കിൽ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടല്ലോ, ഇവൻ എന്തായിരിക്കും അവളോട് പറയാൻ പോകുന്നത്, കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ സച്ചിയുടെ പിന്നാലെ പോവുകയാണ്. അങ്ങനെ സച്ചിയും രേവതിയും റൂമിൽ ചെന്നിട്ട് സംസാരിക്കാൻ തുടങ്ങാൻ കേട്ടോ. ആ സമയത്ത് റൂമിൻ്റെ വാതിൽക്കൽ തന്നെ സെക്യൂരിറ്റി പോയി നമ്മുടെ ചന്ദ്ര നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്ര ഇവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കായിരിക്കും കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതേ നീ സംശയിച്ചത് ശരി തന്നെയാണ്, അച്ഛൻ എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് സുഖമില്ലാന്നും അതൊക്കെ. അപ്പോൾ അമ്മയുടെ ബ്ലഡിൻ്റെ റിസൾട്ട് ഞാൻ എടുത്തു. ബ്ലഡ് റിസൾട്ട് എടുത്തോ? അമ്മ അന്ന് പനി വന്നപ്പോൾ ഒരു ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തില്ലേ, അത് വേറൊരു ടെസ്റ്റ് ചെയ്ത് അവർ ചെയ്തിരുന്നു. പക്ഷെ അതിൻ്റെ റിസൾട്ട് അച്ഛനെ കാണിച്ച് വേറെ ആരെയും കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന്ന് അവിടുത്തെ ലാബിൽ ഇത് എൻ്റെ ഫ്രണ്ടല്ലേ, അപ്പോൾ ഞാനിത് ചെന്ന് കണ്ടപ്പോഴാണ് പറഞ്ഞത്, ഇനി അമ്മ അധികകാലം ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ കണ്ണൊക്കെ മിഴിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ചന്ദ്രയുടെ ചങ്കിൽ ഇടുത്തി വീണെന്ന് തന്നെ പറയാം, അറ്റാക്ക് വന്ന് മരിക്കാഞ്ഞ ഭാഗ്യം, അതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, അതെ നമ്മൾ സംശയിച്ചതെല്ലാം ശരിയാണ്, അമ്മയ്ക്കാണെങ്കിൽ ഇനി അധികകാലം ജീവിക്കാൻ പറ്റില്ല, അമ്മയ്ക്ക് എന്തോ വലിയൊരു അസുഖമാണ്, എന്തോ കാർന്ന് തരുന്നൊരു അസുഖം, ക്യാൻസറിനേക്കാളൊക്കെ വലിയൊരു അസുഖം. അതെ, ഇനി നല്ലത് മാത്രം മനസ്സിൽ ചിന്തിക്കുകയും എല്ലാവരും സ്നേഹമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്താൽ ആ അസുഖം മാറുകയുള്ളെന്നാണ് പറഞ്ഞത്. ഇതുവരെയായിട്ട് ആ അസുഖത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അത്രേ, അതുകൊണ്ട് അമ്മ അധികകാലം ജീവിക്കില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് സഞ്ചി ഇങ്ങനെ വിതുമ്പുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് തകർന്നു പോകാൻ കേട്ടോ നമ്മുടെ ചന്ദ്ര. അങ്ങനെ ചന്ദ്ര നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. ചെന്ന് തന്നെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ഉടനെ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര, നിനക്കിത് എന്താ പറ്റിയത്, നീ എന്താ ഇങ്ങനെ എന്തോ കണ്ട് പേടിച്ചതുപോലെയൊക്കെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടക്കാൻ കേട്ടോ. രാത്രിയൊക്കെ ഇങ്ങനെ ഉണർന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവൻ പറഞ്ഞത് സത്യമാണോ, ഞാൻ മരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഉടനെ രവീന്ദ്രൻ ചോദിക്കുന്നത്, എന്താ നിനക്ക് പറ്റിയത്, നീ ഇതിൻ്റെ മരണത്തെക്കുറിച്ചൊക്കെ പറയുന്നത് ആര് പറഞ്ഞ സത്യമാണെന്ന് നീ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും എല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വെച്ചു, ഞാൻ അധിക കാലമൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു ഏട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ അത് മനസ്സിലാകുന്നില്ലേ, ഉറക്കപ്പിച്ച് ബോധമില്ലാത്ത എന്തോ പറയാമെന്ന് കരുതി രവീന്ദ്രൻ തിരിഞ്ഞു കിടക്കാൻ കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ എണീക്കാൻ കേട്ടോ ചന്ദ്ര. അങ്ങനെ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, നെറ്റിയിൽ ചന്ദ്രക്കുറിയൊക്കെ തൊടുന്നുണ്ട്. അങ്ങനെ ശേഷം അടുക്കളയിലേക്ക് വരുമ്പോൾ അവിടെ രേവതി നിൽക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ നമ്മുടെ ചന്ദ്രനെ കണ്ടിട്ട് ഇങ്ങനെ ദയനീയ മുഖമായിട്ട് നോക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രയ്ക്ക് പേടിയും അതുപോലെ തന്നെ സങ്കടവും കരച്ചിലും ദേഷ്യവും ഒക്കെ വരികയാണ് കേട്ടോ. ചന്ദ്രൻ വല്ലാത്തൊരു ഭാവത്തിൽ അങ്ങനെ നിൽക്കുകയാണേ. ഉടനെ എന്നിട്ട് ചന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ ഇവളോടൊക്കെ ഇനി എന്തിനു പോരു കുത്താൻ, അധികകാലം ജീവിതം ഇല്ല എന്നല്ലേ പറഞ്ഞത്. പക്ഷേ അവൻ പറഞ്ഞില്ലേ എല്ലാവരെയും സ്നേഹിക്കുകയും നല്ല രീതിയിൽ ചിന്തിക്കുകയൊക്കെ ചെയ്താൽ ഈ അസുഖം മാറുകയുള്ളൂ, ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടേ വഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയോട് പറയുന്നുണ്ട്, മോളെ നീ ചായ ഇട്ടെങ്കിൽ ഒരു ഗ്ലാസ് ചായ എനിക്കൂടെ തരൂ. അപ്പോൾ രേവതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. സച്ചിയേട്ടൻ്റെ പ്രയോഗം ഏറ്റവും എന്നിങ്ങനെ ചിന്തിക്കാനിട്ടോ രേവതി. ശേഷം കാണിക്കുന്നത് നമ്മുടെ രേവതി ആണെങ്കിൽ ഒരു ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഹാളിൽ ഇരിക്കുമായിരിക്കും കേട്ടോ ചന്ദ്ര.
ചന്ദ്രയാണെങ്കിൽ സച്ചി പുറത്തേക്ക് പോകുമ്പോൾ മോനെ നീ ഇന്ന് ഓട്ടം പോകുകയാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് സച്ചി അത്ഭുതത്തോടുകൂടി തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. അത് ചോദിക്കുന്നുണ്ട്, അമ്മയാണോ എന്നോട് ചോദിച്ചത്? അമ്മയുടെ തലയിൽ ഷോക്കൊന്നും ഇട്ടില്ലല്ലോ, അതോ അച്ഛമ്മല രാത്രിയിൽ ഇടിച്ചോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ആ സമയത്ത് ചന്ദ്ര പറഞ്ഞിട്ട്, പോടാ നീ ഒന്ന് കളിയാക്കാതെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോകാൻ കേട്ടോ. അപ്പോൾ സച്ചി ഓടി രേവതിയുടെ ഇടയ്ക്കിൽ വന്നിട്ട് പറഞ്ഞിട്ട്, എടി അമ്മയ്ക്ക് നല്ല മാറ്റം, എടി അമ്മയ്ക്ക് നല്ല ഭയമാണെന്ന് തോന്നുന്നു. അമ്മ ഇന്ന് എന്നോട് ചോദിക്കാം, നിനക്ക് ഓട്ടം ഉണ്ടോ, നീ പോയോന്ന്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്നോടും വന്ന് ചോദിച്ചു, നിനക്ക് ചായ ഒരു ഗ്ലാസ് ഇട്ട് തരാവോ മോളേന്ന്. എന്തായാലും സച്ചിയേട്ടൻ്റെ ആ ഒരു പ്രയോഗം ഏറ്റെന്നാ തോന്നുന്നത്. അമ്മയ്ക്ക് അത് പേടിച്ചിട്ടില്ല, അറ്റാക്കും വരാതിരുന്ന ഭാഗ്യം എന്നൊക്കെ പറയാനുണ്ടോ. അപ്പോൾ ഇത് കേട്ടോണ്ടായിരിക്കും കേട്ടോ നമ്മുടെ ചന്ദ്ര അവിടേക്ക് പറഞ്ഞത്. ഓഹോ, അപ്പോൾ എന്നെ പൂളാക്കാൻ വേണ്ടി കെട്ടിയനും കെട്ടിലൂടെ ചമച്ച കഥയാണിതിൽ. എനിക്ക് അസുഖം പോലും നാണം ഉണ്ടോടാ, നീ സ്വന്തം തളയ്ക്ക് അസുഖം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചവനല്ലേടാ നീ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയാണെങ്കിൽ ദേഷ്യപ്പെടുകയാണ് കേട്ടോ നമ്മുടെ സച്ചിയോട്.